പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറഞ്ഞ സീരീസ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. വേൾഡിൽ തന്നെ ടോപ്പ് സീരീസ് എടുക്കുകയാണെങ്കിൽ അതിലൊന്നാണ് പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറഞ്ഞത്. അതിൽ ബാണി എന്ന് പറഞ്ഞ ക്യാരക്ടർ കൈകാര്യം ചെയ്ത വ്യക്തിയാണ് കോസ്മോ ജാർവിസ് എന്ന് പറഞ്ഞത്. അത് കണ്ടവർക്കെല്ലാം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അറിയാം. അതുപോലെ തന്നെ ഷോഗൺ എന്ന് പറഞ്ഞ കൊറിയൻ ഡ്രാമ സീരീസ് ഉണ്ടായിരുന്നു. ഗംഭീര സീരീസാണ് ഷോഗൺ. അതിലെ ഒരു സുപ്രധാന വേഷം കൈകാര്യം ചെയ്ത വ്യക്തിയാണ് കോസ്മോ ജാർവിസ് എന്ന് പറയുന്നത്. ഞാൻ പറയാൻ പോകുന്നത് കോസ്മോ ജാർവിസിനെ പറ്റിയല്ല, നേരെ മറിച്ച് മോഹൻലാലിനെ പറ്റിയാണ്, ലാലേട്ടനെ പറ്റിയാണ്. അതായത് കോസ്മോ ജാർവിസ് ഈ അടുത്ത ഒരു മാഗസീൻ ഇന്റർവ്യൂ എടുത്തു. അപ്പൊ അതിൽ തന്നെ വേൾഡിലെ ഒരു ടോപ്പ് 40 ആക്ടേഴ്സിനെ അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരേ ഒരു ആക്ടർ എന്ന് പറയുന്നത് സാക്ഷാൽ മോഹൻലാലാണ്. ഈ ഒരു ആക്ടറിന്റെ ലിസ്റ്റിൽ ചാർലി ചാപ്ലിൻ ഉണ്ട്, ആന്റണി ഹോക്കിൻസ് ഉണ്ട്, ജോവാൻ ഫോണിക്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വലിയൊരു താരനിര തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സിനിമകളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു ആക്ടേഴ്സിന് ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ നിന്ന് വന്ന് സാക്ഷാൽ മോഹൻലാൽ മാത്രമാണ്. നോർത്തെ അപ്പം മോഹൻലാൽ ഉണ്ടാക്കിയിരുന്ന ഒരു ഇമ്പാക്ട് എത്രത്തോളം വലുതാണ്. അങ്ങ് ഹോളിവുഡിൽ നിന്നാണ് ഒരു ആക്ടർ ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിലെ മോഹൻലാലിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അദ്ദേഹം ഈ ഒരു കാലയളവിൽ ഇപ്പോൾ നമുക്കറിയാം പല രീതിയിലുള്ള ട്രോളൊക്കെ ഇടുന്നുണ്ട്. എന്നാലും അദ്ദേഹത്തിന്റെ ഒരു പ്രൈം ടൈമിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. അതിന് വ്യക്തമായ തെളിവാണ് ഇദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണമാണ്. ഈ ഒരു കോസ്മോ ജാർവിസ് എന്ന് പറഞ്ഞ ആൾ മോഹൻലാലിന്റെ സിനിമ കാണാനുണ്ടായതും അദ്ദേഹത്തെ മെൻഷൻ ചെയ്യാനുണ്ടായ കാര്യം. അപ്പൊ ആനയുടെ വലിപ്പം അറിയത്തില്ല എന്ന് പറയുന്ന പോലെ ലാലേട്ടനെ അറിയത്തില്ല ലാലേട്ടന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം വലുതാണ്. അപ്പം അദ്ദേഹത്തിന്റെ അഭിനയ പാഠവും കാണിക്കുന്ന വേഷങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ ഒരു ഇതിനെപ്പറ്റി, ഈ ഒരു മെൻഷനിങ്ങിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ.